നമസ്കാരം സുഹൃത്തുക്കളെ, നൗഫലാണ്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ ഒന്നുമല്ല, സ്വന്തം മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര എന്നുള്ള ഭയങ്കര കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നും കൊണ്ട് നിൽക്കുകയാണ്. സോ അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് എന്നോട് സംസാരിക്കാനും, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എങ്ങനെ പോകാം, മസനഗുഡീനെ ഉള്ള ചരിത്രം, അതുപോലെ തന്നെ മസനഗുഡി എന്തൊക്കെ വ്യൂ പോയിന്റ് ഉണ്ട്, അത് വയനാട്ടിൽ നിന്ന് മസനഗുഡിയിലേക്ക് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഏകദേശം വരും, അതുപോലെ തന്നെ നിലമ്പൂർ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ മസനഗുഡി വഴിയും, അതുപോലെ തന്നെ കാഴ്ചകൾ കാര്യങ്ങൾ ഇത്ര ഫുൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക. സോ വീഡിയോ ഒക്കെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ, യാത്രക്കാരെ ഹരം കൊള്ളിക്കുന്ന ഒരു യാത്രയാകാം ഫോറസ്റ്റിലൂടെയുള്ള ഒരു സഞ്ചാരം, കാട്ടുപാതയിലൂടെ ഉള്ള ഒരു സഞ്ചാരം, പഴയ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഞ്ചിലേറ്റുന്ന ഒരു യാത്രയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പം പ്രായപരിധി, അതുപോലെ ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാകാം. സോ അപ്പോൾ പണം ഉണ്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ പണം ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ എന്നിട്ട് വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോസ് നമ്മളായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ ഊട്ടിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ വരുന്നത്. മസനഗുഡി ഊട്ടിയിലേക്ക് ഏകദേശം നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്റ്റൻസ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് പ്രിപ്പറേഷനെ പറ്റി തന്നെ കാര്യങ്ങൾ പറയാം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഊട്ടിയിൽ പോകുന്ന ഏകദേശം എവിടെ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുക, അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോകുക, അതുപോലെ വയനാട് ജില്ല, എങ്ങനെയായാലും 100-150 കിലോമീറ്റർ 100 കിലോമീറ്റർ എന്തായാലും ഡിസ്റ്റൻസ് ഉണ്ടാവും. 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. നമ്മൾ എന്തായാലും ഫാമിലിക്കായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ടയർഡും കാര്യങ്ങളൊക്കെ ആവും. സോ നമ്മൾ ടയർഡും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ പെട്ട് നമുക്ക് വാച്ച് ചെയ്യുമ്പോൾ നമ്മളെ മെൻ്റലി ടോട്ടലി എന്താ പറയുക, നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ റിലാക്സ് ചെയ്യാൻ വിചാരിച്ചിട്ട് പോകുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ എന്താ പറയുക മെൻ്റലി ആയിട്ടുള്ള നമുക്ക് അസ്വസ്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു മൂഡ് ഉണ്ടാവില്ല. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഊട്ടിയിലേക്ക് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്, തലേന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുക. ചീപ്പ് ലെവലിൽ തന്നെ അവിടെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റേ ചെയ്യുക. അവിടെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് തന്നെ നിങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് രാവിലെ ഇറങ്ങുക. അതുപോലെ തന്നെ വ്യൂ പോയിന്റുകൾ, അതുപോലെ തന്നെ ഗാർഡൻ, അതുപോലെ തന്നെ ട്രെയിൻ സഫാരി, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക കൂടിച്ചേർന്നിട്ട് അതിലൊക്കെ ഒന്ന് ഷെയറാവും. സോ ഞാൻ അതിൻ്റെ ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് സംഭവം മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. സോ അതിനെപ്പറ്റി നമ്മൾ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നല്ല, ഇന്ത്യയിൽ നീലഗിരി ജില്ലയിൽ ഊട്ടിക്കും തൊപ്പക്കാടിനും ഇടയിൽ വരുന്ന സ്ഥലമാണ് മസനഗുഡി. സോ മസനഗുഡി എന്ന് പറഞ്ഞത് ഇത്രയാണ് പറയാനുള്ളത്. സോ മസനഗുഡി ഏകദേശം 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്, ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മസനഗുഡി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 950 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസനഗുഡി ഉള്ളത് ഉരുള ഗോത്രവർഗ്ഗക്കാരുടെ അടുത്താണ്. അവരെ അറിയപ്പെടുന്ന നാടാണ് ഈ ഒരു മസനഗുഡി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ മസനഗുഡിക്കും ഇപ്പം ഞാൻ പറഞ്ഞ മസനഗുഡി നീലഗിരിക്കും തൊപ്പക്കാടിനും ഇടയിലാണ് ഈ മസനഗുഡി സ്ഥിതി ചെയ്യുന്നത്. സോ തൊപ്പക്കാട് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ആനവളർത്തൽ കേന്ദ്രമുണ്ട്. 1972 ഇത് ആരംഭിച്ചത് കേട്ടോ. സോ അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം, അതിൽ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിൽ ഉള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ആനവളർത്തൽ കേന്ദ്രം. അപ്പം അതൊന്നും ആരും മിസ് ചെയ്യാറില്ല. ഈ യാത്രയിൽ ഏറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഊട്ടിയിൽ ഒരുപാട് റൈഡിങ് കാര്യങ്ങൾ ഫാമിലിക്കായിട്ട് എപ്പോഴും പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം, എനിക്കൊരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ കറങ്ങാനിരിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ മാക്സിമം അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് പോകാൻ ശ്രമിക്കട്ടോ. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് മേപ്പാടി ഗൂഡല്ലൂരിലേക്ക് 103 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വയനാട്ടിൽ നിന്ന് മേപ്പാടി വഴി ഗൂഡല്ലൂരിലേക്കുള്ള യാത്ര ഏകദേശം 103 കിലോമീറ്റർ യാത്ര ഉണ്ട്. അപ്പോൾ സോ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം 103 കിലോമീറ്റർ അവിടുന്ന് ഏകദേശം 10-50 കിലോമീറ്റർ അടുത്ത് പിന്നെ യാത്ര ചെയ്യാനുണ്ട്. അപ്പം എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യം, എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് പോകേണ്ടത്. പിന്നെ അടിപൊളി ഒരു യാത്ര എന്നുള്ളൊരു മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയുള്ള യാത്രയും കൂടി ആവണം ഈ ഒരു യാത്ര. അപ്പം അതുപോലെ തന്നെ ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിൽ ഏകദേശം 8 കിലോമീറ്റർ പോയാൽ സീഡിൻ റോക്ക് എന്ന വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ.
ഏകദേശം 360 ഡിഗ്രി കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ അടിപൊളി. ഇതൊന്നും ആരും പറഞ്ഞത്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ മുതുമല വന്യജീവി സങ്കേതം അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് കാഴ്ചകൾ ലോകം മൊത്തം കറങ്ങുന്ന നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരാളുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര. സോ അദ്ദേഹത്തിന് സാറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം എന്നല്ല, അദ്ദേഹം പറയും ഇനി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിക്കണം, കാരണം ഇന്ത്യയിൽ തന്നെ അത്രമാത്രം കാണാനുണ്ട് സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോ ഇനി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ, ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ സാർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും പുറത്തിടാൻ ശ്രമിക്കരുത്. കാരണം അവിടെ വസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എല്ലാവർക്കും നല്ലൊരു യാത്ര ആയിട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു യാത്ര എങ്ങനെ നമുക്ക് ഊട്ടിയിലേക്ക് പോകാമെന്നുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വരുന്നുണ്ട്. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.